മൈക്ക് കണ്ടപ്പോ പെരുന്നാൾ മാസം കണ്ട പോലെ. അപ്പൊ എന്താ ഞങ്ങൾ ഇന്നിപ്പോ ഇങ്ങനെ വന്നിക്കണത് നിങ്ങളിപ്പോ ചിന്തിക്കണ്ടാവൂലേ. ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എന്താ സംഭവം എന്നറിയോ? നമ്മളൊരു സംഭവത്തിന് ഇങ്ങനെ ആഗ്രഹിച്ച് അത് നേടാൻ പറ്റുന്ന ദിവസം നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമല്ലേ. അതുപോലെ ഒരു സന്തോഷത്തിലല്ല ഞാനും എന്റെ ഫാമിലിയും ഇന്ന് നിൽക്കുന്നത്. എന്താ സംഭവം എന്നറിയോ? നമ്മളെ കുറെ കാലത്തെ ആഗ്രഹമാണ് iPhone 16 Pro എടുക്കണമെന്ന്. അപ്പൊ ഇന്ന് നമ്മൾ അതിനായിട്ട് പോവാണ്. ഞങ്ങൾ എല്ലാരും കൂടെ, ഞാനുണ്ട്, ഈസുണ്ട്, ഉപ്പമ്മ ഉണ്ട്. ഞങ്ങള് വണ്ടി കത്തിക്കാണ് ഇപ്പൊ. അപ്പൊ നമ്മള് ഒരു ചെറിയ വീഡിയോ, നമ്മളെ ലാസ്റ്റത്തെ ഈ ഫോണത്തെ വീഡിയോ ആണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണും ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണ് iPhone 13 തന്നെയാണ്. ഇത് എയ്സുവിന് പ്രസവിക്കണതിന്റെ 5 ദിവസം, വെറും 5 ദിവസം മുന്നെടുത്ത ഫോണാണ്. അന്ന് ഞങ്ങൾക്ക് ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമായിരുന്നു. ഞങ്ങൾ ആരും അറിയാത്ത സമയത്ത് എടുത്ത ഫോണാണ് iPhone 13. അപ്പം നമ്മൾ ഈ ഫോൺ എടുത്തത് ഇന്റെ ഒപ്പം ഒരു കുറി കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതടിച്ചപ്പോ നമ്മളെ മുന്നേ പറഞ്ഞിരുന്നു ഈ കുറി അടിച്ചാൽ എന്തായാലും നമുക്കൊരു ഐഫോൺ എടുക്കണം എന്ന്. നമുക്ക് വീഡിയോസ് ഒക്കെ അതിന്റെ മുന്നേ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഡെയിലി വീഡിയോസ് ഒന്നും ഇടല്ലായിരുന്നു. ഫസ്റ്റ് നമ്മൾ എടുത്തത് Redmi 9i എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണിലായിരുന്നു. അതിനൊരു സംഭവം ഉണ്ട്. അത് കൊറോണന്റെ ടൈമിൽ ഓൺലൈൻ ക്ലാസ് ആവുന്ന സമയത്ത് ഞങ്ങൾ ഫോണിന് കംപ്ലൈന്റ് ആയ സമയത്ത് എൻ്റെ അപ്പാന്റെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആ ഫോണ്. അപ്പൊ ആ ഫോണിലാണ് നമ്മൾ വീഡിയോസ് ഇടും. 5 വയസ്സ് ക്ലിയർ ചെയ്യുന്ന ആ ഫോൺ നമുക്ക് പഠിക്കാൻ തന്നല്ലേ. അപ്പൊ ക്യാമറ ക്ലാരിറ്റി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് ഒരു തീരെ ക്ലിയർ ചെയ്യില്ലായിരുന്നു ആ ഫോണിൽ. അപ്പൊ പിന്നെ നമ്മൾ ഒരു വിധത്തില് ഫിൽറ്റർ ഒക്കെ വെച്ച് എഡിറ്റ് ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തത്. അപ്പൊ ഈ ഫോൺ നമ്മൾ കൈ കിട്ടി, ഈ ഫോണിൽ ഒരു വീഡിയോസ് ഒക്കെ എടുത്തപ്പോ എന്ത് ക്ലിയർ ആണ് റബ്ബേ എന്നുള്ളൊരു ഇതായിരുന്നു. നമുക്ക് ഇരുത്തം കിട്ടുമല്ലോ, ഓള് മണ്ടും. പിന്നെ നമ്മൾ ഈ ഫോൺ എടുക്കണത് നമുക്ക് iPhone 13 ഉണ്ട് എന്നുള്ള പ്രൗഡ്, 16 ഉണ്ട് എന്നുള്ള ആ ഒരു ഇത് അഹങ്കാരം കാണിക്കാനൊന്നല്ല. നമ്മളെ അത്യാവശ്യമാണ് നമുക്കിപ്പോൾ ഒരു നല്ല ക്ലിയർ ഉള്ള ക്യാമറ, നല്ലൊരു ഫോണ്. കാര്യം നമുക്കിപ്പോൾ ഒരു പ്രമോഷൻ കിട്ടുമ്പോൾ അത് നമ്മൾ എത്രത്തോളം അവർക്ക് നന്നാക്കി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നന്നാക്കി കൊടുക്കണം. അത് നമ്മളോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അവര് നമുക്ക് തരുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നമ്മളെ ജോബ് എന്താണ്? വീഡിയോസ് ഇടുക, നല്ല ക്ലാരിറ്റി, എന്താ ഒരു സുഖമില്ലെന്ന്, നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഒക്കെ ഇടാന്നാണ് നമുക്ക്. അതല്ല നമ്മളെ വീഡിയോയാണ്. അപ്പൊ അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ ആൾക്കാർ കുറെ പേരോ അനക്ക് വേങ്ങാൽ എൻ്റെ അടുത്ത് കുറെ പൈസ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളിത് കുറേ പൈസ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ആഗ്രഹത്തിന് നമ്മൾ കുറച്ച് എടുത്ത് വെച്ച് വേങ്ങാലാണ്. അപ്പോൾ അഫ്കോഴ്സ് ഞങ്ങൾ കടയിൽ പോവാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെ പോകണമെന്ന്. നമ്മളെ കുട്ടേട്ടൻ്റെ ബെൻസ് കാറിൽ തന്നെ പോണത്. ബെൻസ് കാറല്ല, ബെൻസ് ഓട്ടോറിക്ഷ. നമ്മുടെ അടുത്ത് കാറൊന്നുമില്ലടെ മോൻ, ആകെയുള്ളത് സ്കൂട്ടർ. അപ്പൊ നിങ്ങൾ അറിയും എന്നാ പിന്നെ ഒരു കാർ എടുത്തൂടെ പൈസക്ക്? വൈയില്ലേ ബോസേ. ഇനിയിപ്പോ പുതിയ പേരൊക്കെ റെഡി ആയിട്ട് വേണം നമുക്ക് ഇൻഷാ അല്ലാഹ് കാറൊക്കെ എടുക്കാൻ. അതും ഇതേപോലെ കുട്ടിച്ച് നമ്മളൊരു നല്ല കാർ എടുക്കും. കാർ അവിടെ കിട്ടും. അപ്പൊ നമുക്ക് ഫോണാണ്. അപ്പൊ ഒരു പ്രൊമോഷൻ ഒക്കെ തരുമ്പോൾ നമ്മൾ ഒരു പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഷോപ്പിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ കാട്ടിയും ക്ലാരിറ്റി ഉള്ള നല്ല അടിപൊളി ഫോണൊക്കെ ആവും അവരുടെ അടുത്ത് ഉണ്ടാവുക. അപ്പൊ നമുക്ക് നമ്മളെ അടുത്ത് ചെറുതാണ്, ഇവർക്ക് അത് ഇഷ്ടപ്പെടുമോ ഈ വീഡിയോ നമ്മൾ എടുക്കണത്? പിന്നെ അവര് നോക്കണത് നമ്മളെ സംസാരവും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നമുക്ക് ഒരു റാഹത്ത് വേണമല്ലോ. ഇത് നമുക്ക് ഇങ്ങനെ പറ്റുമോ, ഇവരിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ക്ലിയർ ഉണ്ടാവുമോ? കുറേ ലൈറ്റ് ഉള്ളിടത്തു നിന്നൊക്കെ നമ്മൾ ഈ ഫോണിനൊരു ബ്ലറാവലുണ്ട്. അപ്പൊ അതൊക്കെ പൊതുവെ 13 എന്തൊക്കെ കുറെ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയണത്. എന്താ സംഭവം? ഇതുവരെ ഒരു കൊല്ലം ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കംപ്ലൈന്റ് ഒന്നും കിട്ടിയില്ല. എന്നാലും കുറച്ച് ക്ലിയർ ഒക്കെ വേണം എന്ന് തോന്നി. ഇപ്പം ഞങ്ങള് പണ്ട് മുതലേ ഞങ്ങള് ഒരു 13 Pro Max 14 Pro Max എടുക്കാനാ പോയത്. പക്ഷെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. അതുകൊണ്ട് നമ്മളെ കൊക്കിലൊതുങ്ങുന്നത് iPhone 13 ആണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ 13 എടുത്ത്. അന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര വലിയ സംഭവമാട്ടാ. ഞങ്ങൾക്ക് ഈ iPhone 13 എന്ന് പറഞ്ഞാല് വളരെ വലിയ ഏറ്റവും നല്ല ഫോണാന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച് വീഡിയോ എടുത്തപ്പോൾ എന്ത് ക്ലാരിറ്റി ആണ് റബ്ബേ. ഞങ്ങൾ അത്രയും ക്ലിയർ ചെയ്യാത്തൊരു തീരെ മുഖം പോലും ശരിക്കും പോലും കാണാത്ത ഒരു ഫോണിലെ ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ മറ്റേ DSLR ക്യാമറനെ കാട്ടിയൊക്കെ പവറേന്ന് അങ്ങനെയെന്ന്. അപ്പം ഞങ്ങൾക്ക് എന്താ പറയാ, ഇപ്പൊ എന്താ പറയാ, ഞങ്ങക്ക് ഭയങ്കര സന്തോഷാണ് ഇപ്പൊ. ഇന്നത്തെ ഞങ്ങളെ ഒരു വലിയ ഒരാഗ്രഹമല്ലേ iPhone. 3 കണ്ണുള്ള ക്യാമറ ഐഫോണില്, പിന്നെന്താ, അതെല്ലാരും ഒരു ആഗ്രഹമല്ലേ. അപ്പം ഇനി നമ്മൾ ആ ആഗ്രഹം സഫലീകരിക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ ഓട്ടോറിക്ഷ ഇപ്പൊ വരും, നമ്മൾ വണ്ടി കാത്തിക്കാണ്. അപ്പൊ നമുക്ക് പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളും കൂടെ പറയാം.
നമ്മൾ കുട്ടേട്ടൻ്റെ വണ്ടിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കുട്ടേട്ടനക്ക് വേറെ എങ്ങോട്ടും ഒരു ട്രിപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ആളെ വിളിച്ചു. അങ്ങനെ നമ്മൾ നല്ല വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സന്തോഷം കൊണ്ട് എനിക്കാണെങ്കിലോ ഇരുന്നിട്ട് ഇരുത്താൻ കിട്ടുന്നില്ല. ഇതെന്താ അപ്പോൾ മൈജിക്ക് ഇത്ര ദൂരം ഉണ്ടോ, കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇത്ര ഒന്നും ഇല്ല എന്നല്ല ആ ഒരു മൈൻഡായിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോണത്. അതന്നെ നമ്മൾ മൈജിയിലേക്കാണ് പോണത്. നമ്മൾ ഏസ് ഉറക്കം വന്നിട്ട് ഇങ്ങനെ യാത്രയൊക്കെ ആസ്വദിക്കണമുണ്ട്. ഉറക്കം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ വരണുണ്ട്. ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഞാൻ പിന്നെ എല്ലാ റോട്ടുമ്പോൾ കൂടെ പോണവരും വരണവരെയൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പം പിന്നെ അപ്പുറത്ത് നിന്ന് നിൽക്കറില്ലെന്ന് തോന്നുന്നു. പിന്നെ ഉമ്മ എനിക്ക് വീഡിയോ എടുത്തിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡ് എത്തി. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് നേരം നോക്കുമ്പോൾ മൈജി എത്താനായ ഒരു ത്രില്ലാണ് നമ്മളെടുത്തുള്ള ആദ്യത്തെ iPhone 13 കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫോൺ എടുത്തത്, iPhone 16 Pro. എന്നാലും രണ്ടും കൂടെ 2 ഐഫോൺ യൂസ് ചെയ്യാനുള്ള അത്ര കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. നമ്മൾ ഐഫോൺ കൈക്ക് കിട്ടിയപ്പോൾ എനിക്കത് അല്ല പഠിച്ചോനെ, ഞാൻ 2 കൈകൾ മുറുക്കി പിടിച്ചിരിക്കുന്നത് വീകാൻ പാടില്ലല്ലോ. ഇവർ പറഞ്ഞൊരു 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ കഴിയുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നിരുന്ന് പോസ്റ്റായി കുറച്ച് അധികം സമയം അവിടെ തന്നെ ഇരുന്ന് നമ്മളെ വണ്ടിക്കാരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ഫോൺ എടുത്ത സങ്കടം, പിന്നെ വണ്ടിക്കാരനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഫോൺ എടുത്ത സങ്കടമല്ല സന്തോഷം. ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ ചെയ്ത് പോലീസുകാരനും പറ്റുമല്ലോ. അങ്ങനെ ഫോൺ ഇങ്ങോട്ട് തുറന്നപ്പോൾ എല്ലാവരും എങ്ങനെ എന്താ റോസ് ഗോൾഡിൻ്റെ ഒക്കെ ചെറിയൊരു ടച്ചുള്ളത്. പക്ഷെ നമുക്ക് കുറച്ച് ഏജ് വരെ കളിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ ഉള്ള കളറാണ് ഇഷ്ടപ്പെട്ടത്. ഇത് നാച്ചുറൽ ടൈറ്റാനിയാന്ന് തോന്നുന്നത്. അപ്പോൾ ഇതെന്തായാലും സംഗതി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറയുമ്പോൾ നാച്ചുറൽ ടൈറ്റാനിയം എടുത്താൽ മതി ഇട്ടാ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ആഗ്രഹിച്ച സംഭവം കിട്ടി. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല കിടന്ന് മുഖത്തുണ്ടില്ല ഒരു പ്ലിങ്ങിയ ചെറിയ വെച്ചാൽ സങ്കടവും സന്തോഷവും ഒക്കെ കൂടെ ഒരുമിച്ച് വന്നൊരു മുഖഭാവമാണ് ആ കിടന്നത്. ഇവിടെ നമ്മൾ ഏസിന് എത്ര നേരം ഉണ്ടെങ്കിലും കളിക്കാണ്ടാവില്ല. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്ന് അവൾക്ക് നൊലൊളിക്കണം, അവൾക്ക് ഫുഡ് കഴിക്കണം, അങ്ങനെ ഒരു കഥ. അതാ നമുക്ക് ഫോണൊക്കെ റെഡിയാക്കി തന്നൊക്കെ ആക്കാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നുണ്ട് കണ്ട്. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി. നമ്മൾ പഴയ ഫോണിലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഐക്ലൗഡ് പോയി ഫുള്ളും നമ്മൾ പുതിയ ഫോണിക്ക് റെഡിയാക്കുന്ന ഒരു സംഭവം ഉണ്ട്. എല്ലാവർക്കും ചെയ്തു വന്നപ്പോൾ കുറച്ചധികം സമയമായി. പിന്നെ നമ്മൾ അവരോട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ വിട്ട്. നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് എല്ലാം റെഡിയാക്കി തന്നാണ്. ഇവിടുത്തെ കാക്കാരൊക്കെ അടിപൊളിയാണ്. അപ്പം എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ആണ് നമ്മൾ പുതിയ ഫോണിൽ ആദ്യമായിട്ട് എടുത്ത വീഡിയോ. iPhone 16 Proയിൽ അപ്പം നമ്മൾ iPhone 16 Proയിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് അപ്പോൾ ഒരു ഭാവം വരുന്നത് നല്ലതാണ്. കൈകൊണ്ടൊക്കെ ആക്ഷൻ വരുന്നത്. നമ്മളെ ഏസും വീണ്ടും വണ്ടി കയറി ഉറക്കത്തിന് ഇങ്ങനെ കണ്ണടഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമ്മ ദിക്കറില്ലുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വീട് എടുക്കണ്ട ഇന്നെ അടിക്കുകയാണ് ഏസും പോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നേരെ വിട്ടു വീട്ടിലേക്ക്. നമ്മൾ 16 Proയിലാണ് ഇപ്പോൾ വീട് എടുക്കുന്നത്. സന്തോഷം കൊണ്ട് ഞാനിപ്പോൾ മാനത്ത് വലിഞ്ഞു കയറും. നല്ല സന്തോഷം. ഇങ്ങനെ നിൽക്കണം നോക്കണ്ട. പിന്നെ ഇതിൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ അടുത്തുള്ള മൈക്കിൻ്റെ കണക്ടർ മറ്റേ ഇതിനിപ്പം ഐഫോണിൻ്റെ പുതിയ ഇപ്പം അതിൻ്റെ ഇത് മാറിയല്ലോ പിന്നിൻ്റെ സംഭവത്തിൻ്റെ. അപ്പോൾ നമ്മളടുത്ത് ഇതാണല്ലോ. ഇനിയിപ്പോൾ ഇതിന് കണക്ടറൊക്കെ വാങ്ങിയിട്ട് വേണം നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നല്ല സന്തോഷമായി. അപ്പോൾ ഇനി പുതിയ വീഡിയോസ് ടിപ്സ് കൊണ്ടുവരും. അപ്പോൾ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാം. ഇപ്പം തന്നെ അൺബോക്സ് ഒരു സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു. 5000 രൂപക്ക് നമുക്ക് അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇതിനെക്കാട്ടി വില കുറഞ്ഞൊരു സംഭവം ഞാൻ നോട്ടിട്ടിരുന്നു. ഉപ്പാനോട് കൊണ്ടുവരുന്നു. പക്ഷെ ആ ഫോട്ടോ ഞാൻ ഉപ്പാ വിട്ടെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞ്. അപ്പോൾ ഏതായാലും ഇത് കുറച്ച് വില ഉണ്ട് കേട്ടോ. കുറച്ച് തോന്നുന്നു 2500 സംതിങ് ഉണ്ട്.